ഹലോ വെൽക്കം ടു വൺസ്. നമ്മളിപ്പോ ഇൻട്രൊഡക്ഷൻ ടു മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 1 ഓട്ടോ സൈക്കിൾ എന്നൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ 1 ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയർ ഭാഗമാണ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഓട്ടോ സൈക്കിൾ. അപ്പോൾ എന്താണ് ഓട്ടോ സൈക്കിൾ, നമ്മളിത് എവിടെ അപ്ലൈ ചെയ്യണം, മീൻസ് അതിന്റെ അപ്ലിക്കേഷൻ എങ്ങനെ വരിക, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഓട്ടോ സൈക്കിൾ ഉണ്ടല്ലോ, അതൊരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ്. എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ. ഈ സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ബൈസൈക്കിൾ അല്ല ഉദ്ദേശിക്കുന്നത്, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ സൈക്കിൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രോസസ്, ഒരു സൈക്ലിക് പ്രോസസ്. ഇതൊരു പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, വേറെ ഒന്ന് രണ്ട് പ്രോസസ്സിലൂടെ പോകുന്നു, അത് തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ വന്ന് എൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സുകളെ ഇത് ഓരോന്നും 1 to 2 എന്നുള്ള പ്രോസസ്സാണ്, 2 to 3 എന്നുള്ള പ്രോസസ്സാണ്, 3 to 4 എന്നുള്ള പ്രോസസ്സാണ്, 4 to 1 എന്നുള്ള പ്രോസസ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, പക്ഷേ ഈ പ്രോസസ്സ് ഇങ്ങനെ നടക്കുള്ളൂ. അത് ഇങ്ങനെ ഓരോരോ സ്റ്റേറ്റിലൂടെ കടന്നുപോയി അവസാനം തുടങ്ങിയെടുത്താണ് തിരിച്ചെത്തും. അങ്ങനെ നടക്കുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ, അതിൽ എയർ ആണ് വർക്കിംഗ് ഫ്ലൂയിഡ്. അപ്പോഴാണ് അത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണ്. എയർ വർക്കിംഗ് ഫ്ലൂയിഡ് ആയിട്ട് വരും. അപ്പോഴാണ് അത് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എയർ സ്റ്റാൻഡേർഡ് സൈക്കിളാണ് നമ്മുടെ ഓട്ടോ സൈക്കിൾ. കുറെ സൈക്കിൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ. നമുക്ക് ഈ മൊഡ്യൂളിൽ തന്നെ ഓട്ടോ സൈക്കിൾ പഠിക്കാനുണ്ട്, ഡീസൽ സൈക്കിൾ പഠിക്കാനുണ്ട്, ഓക്കെ, അതുപോലെ കാർനോട്ട് സൈക്കിൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓട്ടോ സൈക്കിളിനെ പറ്റിയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ഓട്ടോ സൈക്കിൾ, എന്താണ് സൈക്കിളായി മാറുന്നത്, എന്താണ് അതിന്റെ പ്രോസസ്സ്, ഇതൊക്കെയാണ് വരിക. അപ്പൊ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഓട്ടോ സൈക്കിളിൽ എത്താം അതിനു മുമ്പ് ഞാൻ 4 സ്ട്രോക്ക് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞുതരാം. ഇതൊരു 4 സ്ട്രോക്ക് എഞ്ചിനാണ്. അത് 4 സ്ട്രോക്ക് ഉണ്ട്. പേര് തന്നെ ഉണ്ടല്ലോ, 4 സ്ട്രോക്ക് വരും അല്ലെ. 4 സ്ട്രോക്ക്. എന്താണ് ഈ 4 സ്ട്രോക്കുകൾ? ഒന്നാമത്തെ സ്ട്രോക്കാണ് എഴുതിയേക്കുന്നത്, ഇൻടേക്ക് എന്ന് പറയും. ഇൻടേക്ക്. ആ ഇൻടേക്കിന്റെ സമയത്ത് ഈ പിസ്റ്റൺ ഉണ്ടത്, ഇത് പിസ്റ്റൺ ആണ്, കാണുന്ന സാധനം പിസ്റ്റൺ. ഇതിനെ കണക്റ്റീവ് റോഡ് എന്ന് പറയും, ഇതിനെ ക്രാങ്ക് എന്ന് പറയും. ഓക്കെ, ഇതാ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പിസ്റ്റൺ ആണ്, ഇത് കണക്റ്റീവ് റോഡാണ്, ഇത് ക്രാങ്ക് ആണ്. ഈ പിസ്റ്റൺ താഴേക്ക് വരുന്നു. അതായത് ഈ ഒരു ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കും, ഈ പിസ്റ്റൺ താഴേക്ക് വരും. ഈ പിസ്റ്റൺ താഴേക്ക് വരുമ്പോൾ ഈ വാൽവ് താഴേക്ക് ഓപ്പൺ ആവും. ഇതിലൂടെ എയറും ഫ്യൂലും കൂടെ ഇതിനകത്ത് കയറി വരും. ജസ്റ്റ് ഇപ്പൊ നമുക്ക് ചാർജ് എന്ന് മാത്രം പറയാം. എന്തുകൊണ്ട് എയർ ഫ്യൂൽ എന്നുള്ളത് പിന്നെ പറഞ്ഞാൽ, തൽക്കാലം ഇപ്പൊ ചാർജ് എന്ന് പറയാം. ഇതെന്ത് ചെയ്യും, ഈ ചാർജ് ഇങ്ങനെ അകത്തേക്ക് കയറി വരും. അങ്ങനെ ഈ പിസ്റ്റൺ താഴേക്ക് എത്തുന്നവരെന്താവും, ഇത്രയും ചാർജ് ഇതിനകത്ത് കയറി വരും. ഈ ക്രാങ്ക് പിന്നെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഈ ക്രാങ്ക് പിന്നെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ താഴെ എത്തിയ പിസ്റ്റൺ തിരിച്ച് മേലേക്ക് പോകും. ഈ താഴെ എത്തിയ പിസ്റ്റൺ തിരിച്ച് മേലേക്ക് പോകും. അതിനെയാണ് നമ്മൾ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുക. ഒന്നാമത്തെ ഇൻടേക്ക് സ്ട്രോക്ക്, രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്ക്. ഈ കംപ്രഷൻ സ്ട്രോക്കിന്റെ അവസാനം സംഭവിക്കുന്നത്, ഈ കയറിയ ചാർജ് എന്താവും, കംപ്രസ് ആവും. അങ്ങനെ കയറി കംപ്രസ് ആയിരിക്കുന്ന ആ ഒരു ചാർജിനെ നമ്മൾ എന്ത് ചെയ്യും, കത്തിക്കും. ആ ചാർജിനെ നമ്മൾ കത്തിക്കും. ഓക്കെ, അങ്ങനെ കത്തുമ്പോൾ സംഭവിക്കുക, ഈ കത്തുമ്പോൾ ഒരു എക്സ്പാൻഷൻ ഉണ്ടാവുമല്ലോ അല്ലെ. ഇതിങ്ങനെ കത്തല്ലേ, കത്തുമ്പോൾ എക്സ്പാൻഷൻ ഉണ്ടാവുമല്ലോ. ആ എക്സ്പാൻഷനിൽ ഈ പിസ്റ്റൺ താഴേക്ക് വരും. ആ പിസ്റ്റൺ താഴേക്ക് വരുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരു പവർ പുറത്തേക്ക് കിട്ടില്ലേ. കാരണം ഇത് കത്തല്ലേ, കത്തുമ്പോൾ ഒരു പുഷ് കിട്ടില്ലേ. ഈ കേസിൽ ഇതിന്റെ പുഷ് ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ വലിക്കായിരുന്നു. നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കുക. ഇത് കംപ്രസ് ചെയ്യാനോ, നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കുകയാണ്. പക്ഷെ ഈ കേസിലോ, ഇത് കത്തി എനർജി നമുക്ക് പുറത്തേക്ക് കിട്ടും അല്ലെ. അപ്പൊ പിസ്റ്റൺ താഴേക്ക് പോകും. അങ്ങനെ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവുക, ഇതിനകത്ത് നമ്മൾ സ്മോക്ക് അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, ഈ സ്മോക്കിനെ അടുത്ത് പിസ്റ്റൺ മേലേക്ക് പോകുമ്പോഴേക്കും ഈ സ്മോക്കിനെ എന്ത് ചെയ്യും, തള്ളി പുറത്തേക്ക് കളയും. പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, ഇതേ പ്രോസസ്സിലേക്ക് കടന്നു പോകും. പിന്നെയും സ്റ്റാർട്ട് ചെയ്യും, ഇതേ പ്രോസസ്സിലേക്ക് കടന്നു പോകും. അപ്പൊ എന്തായി, തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞ സൈക്കിൾ എന്ന ഡെഫിനിഷൻ നടക്കുന്നില്ലേ അല്ലേ. ഒരു പ്രോസസ്സ്, മറ്റൊരു പ്രോസസ്സ്, വേറൊരു പ്രോസസ്സ്, വേറൊരു പ്രോസസ്സ്, പിന്നെയും അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ എന്താണ് ഇതിനകത്ത്, അതായത് ഈ 4 സ്ട്രോക്ക് എഞ്ചിന്റെ കേസിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു സൈക്കിൾ നടക്കുന്നുണ്ട് അല്ലെ. ഒരു സൈക്കിൾ ഓഫ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോ ഈ സൈക്കിൾ ഓഫ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ഐഡിയലൈസ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഈ ഓട്ടോ സൈക്കിൾ എന്നൊരു ഐറ്റം കൊണ്ടുവരുന്നത്, ഓട്ടോ സൈക്കിൾ. അപ്പൊ ഓട്ടോ സൈക്കിൾ വരുമ്പോഴേക്കും നമ്മളിപ്പം 4 സ്ട്രോക്ക് എഞ്ചിൻ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും. 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 4 സ്ട്രോക്ക് ഡീസൽ എഞ്ചിൻ ഉണ്ട്, 4 സ്ട്രോക്ക് മണ്ണെണ്ണ എഞ്ചിൻ ഉണ്ട്, 4 സ്ട്രോക്ക് CNG എഞ്ചിൻ ഉണ്ട്. അങ്ങനെ പലതരം 4 സ്ട്രോക്ക് എഞ്ചിൻസ് ഉണ്ടല്ലോ. നമുക്ക് എന്താ 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനെ പറ്റി നോക്കാം. സോ പെട്രോൾ എഞ്ചിന്റെ കേസിൽ ഈ എഞ്ചിന്റെ അകത്തേക്ക് കയറുന്നത് എയറും ഫ്യൂലും കൂടി മിക്സ്ചർ ആണ്. എയറും ഫ്യൂലും കൂടെ, അതായത് സ്പ്രേ പോലെ ഇരിക്കും. എയറും ഫ്യൂലും കൂടി മിക്സ്ചർ ആണ് ഇതിനകത്തേക്ക് കയറുന്നത്.
എന്നിട്ട് എന്ത് ചെയ്യും? ആ എയർ ഫ്യൂൽ മിക്സിനെ കംപ്രസ് ചെയ്യും. എന്നിട്ട് ആ എയർ ഫ്യൂൽ മിക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്പാർക്ക് പ്ലഗ്, എഞ്ചിന്റെ പെട്രോൾ എഞ്ചിൻ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവുന്നത്, എന്നിട്ട് എയർ ഫ്യൂൽ എന്ത് ചെയ്യും? സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് കത്തിക്കും. അങ്ങനെ കത്തി ഈ പിസ്റ്റൺ താഴേക്ക് പോകും. ബാക്കി ഓക്കെ. പക്ഷെ ഇതേ സാധനം ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ ഈ എയർ ഫ്യൂൽ ഉള്ളിലൊക്കെ കയറുക, ജസ്റ്റ് എയർ മാത്രം കയറുക, എയർ മാത്രം കയറും, എയറിനെ മാത്രം കംപ്രസ് ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്ത് നിൽക്കുന്ന എയറിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇഞ്ചക്ടേഴ്സ് വെച്ചിട്ട് ഡീസലിനെ സ്പ്രേ ചെയ്ത് കയറ്റും. ഈ കംപ്രസ് ചെയ്ത് നിൽക്കുന്ന എയറിലേക്ക് ഇഞ്ചക്ടർ വെച്ച് ഡീസലിനെ തള്ളി കയറ്റും. അപ്പോൾ അത്രയും പ്രഷറിലേക്ക് ഡീസൽ എത്തുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി കത്തും. അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു ഫ്യൂലാണ് ഡീസൽ. അപ്പൊ എന്ത് ചെയ്യും? ബാക്കി പ്രോസസ് ഒക്കെ സെയിം തന്നെ. അപ്പൊ ഡീസൽ എഞ്ചിൻ എന്തിന്റെ ആവശ്യമില്ല? സ്പാർക്ക് പ്ലഗിന്റെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് വീണ്ടും ഓട്ടോ സൈക്കിളിലേക്ക് വരാം. അപ്പൊ എനിക്ക് എന്ത് വേണം? ഈ പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്ന ഈ എഞ്ചിനെ എനിക്കൊന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനെന്ത് വേണം? ഒരു ഐഡിയൽ കോൺസെപ്റ്റ് എനിക്ക് ആവശ്യമാണ്. ഓക്കെ, എനിക്ക് എന്ത് വേണം? ഒരു ഐഡിയൽ കോൺസെപ്റ്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് സൈക്കിൾ എനിക്ക് ആവശ്യമാണ്. കാരണം ഇത്രയും പ്രോസസ് എനിക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത ഐറ്റമാണ് ഈ ഓട്ടോ സൈക്കിൾ. സോ ഓട്ടോ സൈക്കിൾ എന്തുണ്ടാവും? ഒബിയസ്ലി 4 പ്രോസസ്സ് വരണം. അപ്പോ ഇതാണ് ഓട്ടോ സൈക്കിളിന്റെ കേർവ്. ഓക്കെ, ആക്ച്വലി ഇത് കാണിക്കുന്നത് പ്രഷർ വോളിയം പ്ലോട്ടിലാണ് കാണിക്കുന്നത്. ഇത് പി പ്രഷർ വോളിയം പ്ലോട്ടിലാണ് നമ്മൾ ഓട്ടോ സൈക്കിൾ കാണിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെ പ്രോസസ്സ് വരണം? ഈ ആദ്യം പ്രോസസ്സ് ഉണ്ടോ? ഈ TDC BDC വെച്ചാൽ ഈ പിസ്റ്റന്റെ ഏറ്റവും മേലെയുള്ള പൊസിഷനാണ് TDC, ഈ പിസ്റ്റന്റെ ഏറ്റവും താഴെയുള്ള പൊസിഷനാണ് BDC. ഓക്കെ, പിസ്റ്റന്റെ ഏറ്റവും മേലെയുള്ള പൊസിഷനാണ് TDC, പിസ്റ്റന്റെ ഏറ്റവും താഴെയുള്ള പൊസിഷനാണ് TDC. അപ്പോ TDC നിന്നും BDCയിലേക്ക് പോകുമ്പോഴേക്കും സംഭവിക്കുക? ടോപ്പ് ഡെഡ് സെന്റർ, ഇതാണ് TDC, ടോപ്പ് ഡെഡ് സെന്റർ. ഇത് ബോട്ടം ഡെഡ് സെന്റർ. അപ്പോ TDCയിൽ നിന്നും BDCയിലേക്ക് പോകുമ്പോൾ സംഭവിക്കുന്നത്? വോളിയം കൂടുകയല്ലേ? ഇതിനകത്തുള്ള വോളിയം കൂടുകയല്ലേ? ഇതിനകത്ത് എന്ത് ചെയ്തു? വോളിയം കൂടുന്നത്. പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും, അതായത് ഈ ഒരു പരിപാടി, ഈ ഒരു ഫസ്റ്റ് പ്രോസസ് 0 to 1 എന്ന പ്രോസസ് നടക്കുമ്പോഴേക്കും എന്താണ്? TDC നിന്ന് BDCയിലേക്ക് പോകുന്നത്. അതായത് ഇവിടെ സംഭവിച്ചു, ഇവിടെ വോളിയം കൂടി അല്ലേ? പിന്നെ ഈ പ്രോസസ്സിലുള്ള അടുത്ത പ്രോസസ്സ് 1 to 2 എന്നുള്ളത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. 1 to 2 എന്നുള്ളത് ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അതേപോലെ അപ്പൊ ഐസെൻട്രോപിക് കംപ്രഷൻ എൻട്രോപ്പി മാറുന്നില്ല അല്ലെ? ഐസെൻട്രോപിക് വെച്ചാൽ എൻട്രോപ്പി മാറുന്നില്ല. ആ എൻട്രോപ്പി മാറാൻ എന്ത് ചെയ്യാണ്? ഈ ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ഫ്ലൂയിഡ്, ഇപ്പൊ ഇതിനകത്തുള്ള വർക്ക് ഫ്ലൂയിഡ് എന്താണ്? എയർ ആണ്. നമ്മൾ ആക്ച്വലി പെട്രോൾ എഞ്ചിനിൽ എന്താണ്? എയർ ഫ്യൂലും കൂടി മിക്സർ ആണ്. ഓക്കെ, ആ ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആക്ച്വലി 1 to 2 എന്നുള്ള പ്രോസസ് നടക്കല്ലേ, അത് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ. അപ്പൊ എൻട്രോപ്പി ചേഞ്ച് ആവുന്നില്ല. അങ്ങനെ ഒരു ഐസെൻട്രോപിക് പ്രോസസ്സിനെ നമ്മൾ PV ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ ഇതേപോലത്തെ കർവ് പ്രോസസ്സാണ്, കർവ് ലൈനാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ് നടക്കുന്നത്. പിന്നെ 2 to 3 എന്നുള്ളത് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ് അല്ലേ? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ എന്ന് പറയും. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ എന്ന് പറയും. അതുപോലെ 3 to 4 എന്നുള്ളത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. 3 to 4 എന്നുള്ളത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അതേപോലെ 4 to 1 എന്നുള്ളത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ഓക്കെ, 1 to 2 എന്നുള്ളത് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അത് ഗ്യാസിനെ എന്ത് ചെയ്യുന്നു? കംപ്രസ് ചെയ്യുന്നു. 2 to 3 എന്നുള്ളത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. അതേപോലെ 3 to 4 എന്നുള്ളത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. 4 to 1 എന്നുള്ളത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ ഇത്രയും 4 പ്രോസസ്സാണ് വരുന്നത്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? 1 2 3 4, വീണ്ടും 1 2 3 4, ഇങ്ങനെയാണ് സൈക്കിൾ വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് എങ്ങനെ പെട്രോൾ എഞ്ചിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. ആക്ച്വലി എന്താണ് ഈ പ്രോസസ്സുകൾ? 1 to 2 എന്താണ്? 1 to 2 കംപ്രഷൻ അല്ലേ? 2 to 3 എന്താണ്? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ. അപ്പൊ ഇത് നോക്കണേ. അതുപോലെ 3 to 4 എന്താണ്? ഇത് ഐസെൻട്രോപിക് ആണ്. ഇത് 3 to 4 എന്താ? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. അതേപോലെ 4 to 1 എന്താണ്?
കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. ഓക്കെ, ഇത്രയല്ലേ ഐസെൻട്രോപിക് കംപ്രഷൻ വരുന്നുണ്ട്, അത് കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ വരുന്നുണ്ട്, അത് ഐസെൻട്രോപിക് എക്സ്പാൻഷൻ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ 4 പ്രോസസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇനി ഇവര് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പെട്രോൾ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. സോ 1 to 2 എന്ന് പറയുമ്പോഴേക്ക് എന്ത് നടക്കും? ഈ 0 to 1 എന്ന് പറയുമ്പോഴേക്ക് എന്താണ്? അത് ഈ താഴേക്ക് പിസ്റ്റൺ ഇങ്ങനെ പോകുന്ന പ്രോസസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ വോളിയം കൂടുന്ന കാണിക്കുന്നത് അല്ലേ? വോളിയം കൂടുന്നത് കാണാൻ പറ്റും, കണ്ടില്ലേ? വോളിയം കൂടുന്നു. 1 to 2 എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. സോ ഇതിനകത്ത് എന്താണ്? ഐസെൻട്രോപിക് കംപ്രഷൻ ആണെന്ന് ഇതിലെന്ത് ഈ കംപ്രഷൻ പ്രോസസ് നടക്കും. ഐസെൻട്രോപിക് അല്ലെങ്കിൽ അഡയബാറ്റിക്. ഓക്കെ, അതാണ് ഇതിന്റെ ഹീറ്റ് എക്സ്ചേഞ്ച്. ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, ഈ സാധനം ഈ ഒരു എഞ്ചിൻ എന്ത് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. പിന്നെ 2 to 3 എന്നുള്ളത് എന്താണ്? കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് അഡിഷൻ ആണ്. അതാണ് ഈ കംപ്രഷൻ സ്റ്റേജ് കഴിഞ്ഞു. ഓക്കെ, അതായത് ഈ കംപ്രസ് ചെയ്ത് വെച്ചിരുന്ന ഗ്യാസ് ഇവിടെ എത്തുമ്പോഴെന്താ മാക്സിമം കംപ്രസ് ആവും. അങ്ങനെ കംപ്രസ് ചെയ്ത് വെച്ച ഗ്യാസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് സ്പാർക്കിൾ വെച്ച് എന്ത് ചെയ്യുന്നു? കത്തിക്കുന്നു. അപ്പൊ കത്ത് വെച്ചാൽ ഇതിനകത്ത് ഫ്യൂൽ ഇരിക്കല്ലേ, ആ ഫ്യൂൽ എന്ത് ചെയ്യും? അതിനകത്ത് കത്തും. അപ്പൊ എന്തായി? ആ ഫ്യൂലിലുള്ള കാലോറിഫിക് വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റിലേക്ക് മാറ്റി. ആ ഫ്യൂലിനകത്തുള്ള കാലോറിഫിക് വാല്യൂവിനെ ഹീറ്റിലേക്ക് മാറ്റി. നമ്മൾ സാധനം കത്തിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? എങ്ങനെയാ പുറത്തേക്ക് ഹീറ്റ് കിട്ടുന്നത്? എന്ത് സാധനം കത്തിച്ചാലും ആ സാധനത്തിൽ എന്തുണ്ടാവും? ഒരു കാലോറിഫിക് വാല്യൂ ഉണ്ടാവും. സോ ആ കാലോറിഫിക് വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങ് എടുക്കുകയാണ്. എങ്ങനെ? തീ കൊടുത്ത് ഒരു റിയാക്ഷൻ വഴി നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഓൾറെഡി കംപ്രസ് ചെയ്തിരുന്ന ആ ചാർജ് എയറും ഫ്യൂലും കൂടെ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്തു? കത്തിച്ചു. അതിന് കത്തിച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇതിന് ഈ ഫ്യൂലിനകത്തുള്ള കാലോറിഫിക് വാല്യൂ ഹീറ്റ് ആയിട്ട് മാറി അല്ലെ? അത് ഹീറ്റ് ആയിട്ട് മാറുന്നു. അപ്പൊ ഇവിടെ എന്തെങ്കിലും വോളിയം ചേഞ്ച് വരുന്നുണ്ടോ? ഇല്ല, ഒരു വോളിയം ചേഞ്ചും അവിടെ സംഭവിക്കുന്നില്ല അല്ലെ? അത് പിടിച്ചു നിൽക്കല്ലേ, ഈ കംപ്രസ് ചെയ്ത് വെച്ചിരിക്കല്ലേ, ഈ കംപ്രസ് ചെയ്ത് വെച്ചിരുന്നാണ് നമ്മൾ എന്ത് കത്തിക്കുന്നത്. അപ്പൊ ആ എന്ത് സംഭവിച്ചില്ല? വോളിയം ചേഞ്ച് ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് എന്താണ്? ഒരു കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് ആണ്. പക്ഷെ ഇതൊരു സാധനം കത്തുമ്പോഴേക്കും ഇതിനകത്ത് എന്താണ്? പെട്ടെന്ന് ഫ്യൂലും കത്തല്ല, അപ്പൊ ഒരു ഗ്യാസ് എക്സ്പാൻഷൻ നടക്കുമല്ലോ. ഗ്യാസ് എക്സ്പാൻഷൻ നടക്കാണ്, പക്ഷെ വോളിയം മാറുന്നുണ്ടോ? ഇല്ല. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ വോളിയം മാറുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അതിനകത്ത് പ്രഷർ കൂടും. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ വോളിയം മാറുന്നില്ല. അതിനർത്ഥം ഇതിനകത്ത് പ്രഷർ ബിൽഡപ്പ് ആവും. കണ്ട, ഒരേ വോളിയത്തെ വ്യത്യാസമുണ്ട്, പ്രഷർ ബിൽഡപ്പ് ആവും. പ്രഷർ ബിൽഡപ്പായി ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പിസ്റ്റൺ അവിടെ പിടിച്ചിരിക്കാനാവില്ല. പിസ്റ്റൺ താഴേക്ക് വന്നേ പറ്റുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് പ്രഷർ ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിസ്റ്റൺ താഴേക്ക് തള്ളപ്പെടും അല്ല, പിസ്റ്റന് താഴേക്ക് പുഷ് ചെയ്യും. ആ പിസ്റ്റന് താഴേക്ക് പുഷ് ചെയ്യുന്ന പോക്കാണ് നിങ്ങൾ 3 to 4 കാണുന്നത്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആയിട്ട്. ഇവിടുന്ന് ഈ ചൂടാകുമ്പോൾ ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് എന്ത് ചെയ്യും? ഈ പിസ്റ്റനെ പിടിച്ച് താഴേക്ക് തള്ളും. ആ തള്ളുന്ന പോക്കാണ് നിങ്ങൾ 3 to 4 നിങ്ങൾ കാണുന്നത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് കാണുന്നതാണ്. പിന്നെ സംഭവിക്കുന്നത് എന്താ? 4 to 1 കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണത്. അപ്പൊ നമ്മൾ എപ്പോഴും തെറ്റിദ്ധരിക്കും, അവസാനം എന്താ ഇതിനകത്ത് കുറച്ച് സ്മോക്ക് ഉണ്ടാവുമല്ലോ, ആ സ്മോക്കിനെ പിടിച്ച് തള്ളുന്നതായിരിക്കും ഈ 4 to 1 എന്നുള്ള പ്രോസസ്, ഈ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ. അല്ല, ഇത് താഴെ വരെ എത്തിക്കഴിയുമ്പോഴേക്കും എന്താണ്? ഏതാ വോളിയം നോക്കിയേ? ഈ 4 എന്നുള്ള പോയിന്റിൽ വോളിയം ഏതാ? ഈ പിസ്റ്റൻ ഏറ്റവും താഴെ കിടക്കുന്ന വോളിയാണത് അല്ലെ? ഈ പ്രോസസ് ഇതെന്ന് പിസ്റ്റൻ ഏറ്റവും താഴെ കിടക്കുക, BDC കിടക്കാണ്, ബോട്ടം ടെൻസർ കിടക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും എന്താവും? ഇത്രയും ഹീറ്റ് എന്ത് ചെയ്യും? ഇത്രയും ഹീറ്റിൽ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത് അത് ഈ പിസ്റ്റൻ താഴെ കിടക്കാണ്. ഇതിനകത്തുനിന്ന് ഹീറ്റ് ആയുള്ള ഗ്യാസ് ഉണ്ട്. കുറെ ഹീറ്റ് എന്ത് ചെയ്യും? എക്സോസ്റ്റ് ഗ്യാസ് കൂടെ പോകുമ്പോൾ അതിനെ കൂടെ പോയിക്കോളും. പക്ഷെ അതല്ലാതെ തന്നെ നമ്മളിപ്പോ എഞ്ചിനൊക്കെ തൊട്ട് നോക്കുമ്പോഴേക്ക് എഞ്ചിൻ ചൂടാവത്തില്ലേ? എന്തുകൊണ്ട് എഞ്ചിൻ ചൂടാവുന്നത്? ഈ സിസ്റ്റം എന്ത് ചെയ്യാണ്? ആ എഞ്ചിൻ വാൾസ് വഴി ഹീറ്റ് പുറത്തേക്ക് തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ പിസ്റ്റൺ താഴേക്ക് എത്തിക്കഴിഞ്ഞാലും ഇതിനകത്തുള്ള ഹീറ്റ് എന്ത് ചെയ്യും? ഈ എഞ്ചിന്റെ വാളിലൂടെ ഒക്കെ പുറത്തേക്ക് പോവും. അതാണ് ഈ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ എന്ന് കാണിക്കുന്നത്. അല്ലാതെ നമ്മൾ എക്സോസ്റ്റ് സ്മോക്ക് എടുത്തിട്ട് പുറത്തേക്ക് തള്ളുന്ന പ്രോസസ് അല്ല. അവിടെ കോൺസ്റ്റന്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്യും? ഇത് താഴെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നു? ആ ഒരു ആ ഹീറ്റ് എന്ത് ചെയ്യും? എഞ്ചിന്റെ വാൾസിലൂടെ പുറത്തേക്ക് എക്സ്പാൻഡ് ആവും. ഇനി അത് നടക്കുന്ന വിചാരിക്കുക, അതായത് അങ്ങനെ ഒരു എക്സ്പാൻഷൻ, അങ്ങനെ ഒരു ഹീറ്റ് റിജക്ഷൻ എല്ലാം നടക്കുന്നത് ഈ ഗ്യാസിന്റെ കൂടെ, എക്സോസ്റ്റ് ഗ്യാസിന്റെ കൂടെയാണ് ഫുൾ ചൂടും പുറത്തേക്ക് പോകുന്നെങ്കിൽ എഞ്ചിൻ വാൾസ് തൊട്ടാ പിന്നെ തണുപ്പല്ലുണ്ടാവുള്ളൂ. എഞ്ചിൻ വാൾസ് തൊട്ടാ പിന്നെ ചൂടുണ്ടാവില്ലല്ലോ. ആ എഞ്ചിൻ വാൾസ് ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ കാണുന്നതാ, അത് അറ്റ്മോസ്ഫിയറിലേക്ക് എന്ത് ചെയ്യാണ്? ഹീറ്റ് റിജക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവയുടെ തമ്മിലെ കണക്ഷൻ. ഇതാണ് ഒട്ടോ സൈക്കിൾ. അപ്പൊ ഒട്ടോ സൈക്കിൾ ആക്ച്വലി എന്താണ്? എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണ്. ഒട്ടോ സൈക്കിൾ ആക്ച്വലി എന്താണ്? എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ ആണ്.
ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന ഒരു 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിനാണ്. ഓക്കെ, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ എന്ന് വെച്ചാൽ അതിൽ എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾ പ്രകാരമാണ് ഈ എഞ്ചിൻ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാവില്ല, എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യില്ല, ജസ്റ്റ് എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. എയറും ഫ്യൂലും കൂടെ മിക്സ് ചെയ്യില്ല, ജസ്റ്റ് എയർ മാത്രമേ ഉണ്ടാവുള്ളൂ. എയറിനെ നമ്മൾ എന്ത് ചെയ്യും, സക്ക് ചെയ്തെടുക്കും, എയറിനെ കംപ്രസ് ചെയ്യും, എയറിന് ഹീറ്റ് ആഡ് ചെയ്യും, എയറിന് പുഷ് ചെയ്ത് താഴെ കൊണ്ടുപോകും, എയറിന് ഹീറ്റ് എടുത്ത് കളയുകയും ചെയ്യും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിങ്ങനെ ലോക്കായി കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ എയറിലേക്ക് ഹീറ്റ് കൊടുക്കും? എഞ്ചിൻ നമുക്ക് ചൂടാക്കാൻ പറ്റുമോ? പുറത്ത് ചൂടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തെങ്കിലും മെത്തഡ് വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഓട്ടോ സൈക്കിളിനെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യും. എന്ത് ചെയ്യും, കുറച്ച് പെട്രോൾ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും, എന്റെ പെട്രോൾ കത്തിക്കാനുള്ള വഴി നോക്കും. അപ്പൊ എന്താവും, ഇതേ പരിപാടിയിൽ ഇതിനകത്ത് പെട്രോൾ കൂടെ ഉള്ളതുകൊണ്ട് പെട്രോൾ കത്തി ആ ഹീറ്റ് ചുറ്റുള്ള എയറിന് കിട്ടി, ആ എയർ എന്ത് ചെയ്യും, എക്സ്പാൻഡ് ആവും. സോ അതിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ് ഇത്. നമ്മൾ ആവശ്യത്തിന് മോഡിഫിക്കേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വേണം നമുക്കിതിനെ കാണാം. ഓക്കെ, സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്പിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നെക്സ്റ്റ് സെഷനിൽ കാണാം. താങ്ക് യു.